കൊല്ലം ജില്ലയിലെ ഒരു സ്കൂളിൽ ഡെസ്കിൽ തലവെച്ച് കിടന്നുറങ്ങിയ ഒരു കുട്ടിയെ അധ്യാപിക പുസ്തകം കൊണ്ട് തലക്കടിച്ചു. 2 ദിവസം ആ കുട്ടി അതിൻ്റെ ബുദ്ധിമുട്ടും വേദനയുമൊക്കെ ആയിട്ട് നടന്നു. 3-ാം ദിവസം അവൾക്ക് പനിയും തലവേദനയുമൊക്കെ ശക്തമായപ്പോൾ വീട്ടിൽ ഈ കാര്യം പറയുകയും വീട്ടുകാരത് വിഷയമാക്കുകയും പിന്നീട് അത് പോലീസ് കേസാവുകയും ചെയ്തു. തൻ്റെ അമ്മൂമ്മയെ ഹോസ്പിറ്റലിൽ പരിചരിച്ചതിൻ്റെ ഭാഗമായി ക്ഷീണിതയായി ക്ലാസ്സിലെത്തിയ കുട്ടി അധ്യാപിക ക്ലാസ് എടുക്കുമ്പോൾ അറിയാതെ മയങ്ങിപ്പോയി എന്നുള്ളതാണ് വീട്ടുകാരുടെ ഭാഷ്യം. പക്ഷേ ഇവിടെ നമ്മുടെ ക്ലാസ് മുറികളിലെ ഒരവസ്ഥ വല്ലാത്ത അവസ്ഥയാണ്. ഈ 21-ാം നൂറ്റാണ്ടിൽ ഇപ്പോഴും 18-ാം നൂറ്റാണ്ടിലെ സിലബസും 19-ാം നൂറ്റാണ്ടിലെ ടീച്ചേഴ്സും 20-ാം നൂറ്റാണ്ടിലെ കരിക്കുലവുമൊക്കെ ആയിട്ട് നമ്മൾ നീങ്ങുന്നത് തീർത്തും അബദ്ധമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, സ്കൂൾ യൂണിഫോം ഇട്ട, സ്കൂൾ ലോഗോ പതിപ്പിച്ച ജയിൽ പുള്ളികളെ പോലെയാണ് പല അധ്യാപകരും കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്നത്. നമ്മോട് അവർ ചോദിക്കുകയാണ്, പുള്ളികളെ പോലെ ഞാനൊന്ന് പുറത്ത് പൊക്കോട്ടെ, മൂത്രമൊഴിക്കാൻ പൊക്കോട്ടെ, ഞാനൊന്ന് വെള്ളം കുടിച്ചോട്ടെ. അത് നല്ലത് തന്നെയാണ്, ഒരു റെസ്പെക്റ്റൊക്കെ ആവാം. പക്ഷേ അപ്പോൾ ടീച്ചർ പറയുന്നു ഇപ്പോൾ കുടിക്കാൻ പാടില്ല, ഇപ്പോൾ പോകാൻ പാടില്ല. മാനുഷികമായ അവകാശങ്ങളെ ധ്വംസിക്കാൻ, ക്ഷീണം വരുമ്പോൾ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുക്കാൻ ഒക്കെ സമ്മതിക്കുന്ന, അനുവദിക്കുന്ന ഒരു സിസ്റ്റമാണ് ആവണം നമ്മുടെ സംവിധാനങ്ങൾ, സ്കൂൾ സംവിധാനങ്ങൾ. അതിനർത്ഥം എന്ത് തോന്നിയാസങ്ങളും ആവാമെന്നല്ല, മറിച്ച് മാനുഷികമായ അവകാശങ്ങളെ, അത് നമ്മൾ ഭരണഘടനയിലുണ്ട് എന്നും അത് പൊളിറ്റിക്സ് എടുക്കുമ്പോൾ പഠിപ്പിച്ചാലും മാത്രം പോരാ. ആക്ച്വലി അത് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കാണിച്ചു കൊടുക്കണം. അല്ലാതെ അവരെ കേവലം ഒരു ജയിൽ പുള്ളികളെ പോലെ ട്രീറ്റ് ചെയ്യുന്നതിനോട് ഒരിക്കലും നമുക്ക് യോജിക്കാൻ കഴിയില്ല. കുട്ടികൾ അവർ വളർന്നു വരുന്ന നാളേക്കുള്ള വാഗ്ദാനങ്ങളാണ്. നമുക്ക് അധ്യാപകർക്ക് ഇക്കാര്യത്തിൽ പലതും ചെയ്യാനുണ്ട് എന്ന് മാത്രമാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്.